തിരുവനന്തപുരം നാലാഞ്ചിറയിൽ വിദ്യാർത്ഥികളെ ബൈക്ക് ഇടിപ്പിച്ച് തെറിപ്പിച്ചു. നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥികളെയാണ് ബൈക്ക് ഇടിച്ചത്. ബൈക്ക് ഓടിച്ചയാൾ ഉറങ്ങിപ്പോയത് എന്നാണ് അപകട കാരണം. TS ഹരീഷിന്റെ റിപ്പോർട്ട് കാണാം. CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഈ മണ്ണന്തല റൂട്ടിലേക്ക് വരികയായിരുന്നു ഇരുചക്ര വാഹനം. ഈ ഭാഗത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ട് കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ നടപ്പാത വഴി നടന്നു വരികയായിരുന്നു. അവരെ ഇടിച്ചു തെറിപ്പിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. അവരുടെ ചെരുപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ആ പെൺകുട്ടികൾ ഇവിടെ വച്ച് ബൈക്ക് ഇടിച്ച് ഒരു കുട്ടി ഈ ഭാഗത്തും മറ്റൊരു കുട്ടി അങ്ങ് തെറിച്ച് വീഴുകയുമാണ് ചെയ്തത്. അവരുടെയും രണ്ടാമത്തെ കുട്ടിയുടെയും ചെരുപ്പ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഈ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഈ കടയിലെയാണ്, അതായത് ഒരു ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന കടയാണ്. അവിടുത്തെ CCTVയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് ആ അപകടം നടന്ന സമയത്ത് ഈ കടയിൽ ഇവിടെ അടുത്ത് താമസിക്കുന്നതാണ് ഇവർ വന്നാണ് അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാനൊക്കെ സഹായിച്ചത്. നിങ്ങൾ വന്നപ്പോൾ അവർക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ടാവുമല്ലോ? നല്ല പരിക്കുണ്ട്. ഒരു കുട്ടിക്ക് ബോധമില്ലായിരുന്നു, ഒരു കുട്ടി ഇവിടെ കിടപ്പുണ്ട്, പുള്ളിക്കാരനും ബോധമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഈ ഭയങ്കര ഒച്ചത്തിൽ സൗണ്ട്, അതായത് ഈ കമ്പി ഇടിച്ച് തെറിപ്പിക്കുന്ന കണക്കുള്ള സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ വരുന്നത്. പുള്ളിക്കാരന് ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ പുള്ളിയുടെ ഇത് പോയേനെ. അത്ര ഇടി ഇടിച്ചു പുള്ളി. ഹെൽമെറ്റ് തലയിലുണ്ടായതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. ബാക്കി കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ഇടിച്ച് അവിടെ കളഞ്ഞു, ഒരു കുട്ടിയെ കൊണ്ട് ഇവിടെ വന്ന് വീണു. ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. CCTV കണ്ടപ്പോൾ തന്നെയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ പേടിയാവും. നല്ല പരിക്കുണ്ടായിരുന്നു അവർ? പരിക്കുണ്ട്, നല്ല പരിക്കുണ്ട്. വരുമ്പോൾ തന്നെ നല്ല പരിക്കുണ്ടായിരുന്നു. ഇവിടെ കിടന്ന കുട്ടിക്ക് നല്ല വായുന്നെല്ലാം ചോര ഉണ്ടായിരുന്നു. പല്ല് പോയിരുന്നു, കുട്ടിയുടെ അന്നേരം തന്നെ പല്ല് പോയിരുന്നു. ഈ പുള്ളിക്കാരൻ അപ്പോൾ തന്നെ ഇവരെ നോക്കാതെ പുള്ളിക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പുള്ളി നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് പോകണം. അപ്പം രഞ്ജിത്തേട്ടൻ താക്കോലിൽ കയറി പിടിച്ചു. പോകാൻ പറ്റത്തില്ല, പോലീസിൻ്റെ പോയത്. അപ്പോൾ തന്നെ കുട്ടികളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറ്റി വിട്ടു, ചാവി ഊരി എടുത്തു. ഇവിടെ കിടന്ന കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ തന്നെ ഓട്ടോ വിളിച്ച് കൂട്ടി ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പുള്ളിക്കാരനെ പിന്നെ അവിടുന്ന് പോലീസുകാർ വന്ന് അവരെ ജീപ്പിലാണ് കൊണ്ടുപോയത്. മണ്ണന്തല സ്റ്റേഷനിൽ വന്ന ജീപ്പിലാണ്. പിന്നെ ആ ബൈക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇവനെ കൊണ്ട് ബൈക്ക് ഓട്ടിച്ച് അവരുടെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മണ്ണന്തല പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ അപകടം നടന്ന ഒന്നുകൂടി പറയുന്നു, ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റൂ. എന്നാൽ കൂടിയും കുട്ടികൾക്ക് പരിക്കുണ്ട്. നമ്മൾ ആശുപത്രിയിലൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു അപകട സാധ്യത തരണം ചെയ്തിട്ടുണ്ട്. അതൊരു ആശ്വാസ വാർത്തയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർ ഈ പരിക്കുകളെല്ലാം ഭേദമായി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സജികുമാറിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.